മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. Letter to Ephesians chapter 1 verse 11 and 12. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. നമുക്ക് ലഭിച്ചവയെല്ലാം ദൈവം തന്നതാണെന്നും ദൈവഹിതപ്രകാരം സകലവും സംഭവിക്കുമെന്നും പറയുകയാണ്. യാതൊന്നും യാദൃച്ഛികമല്ല, സകലവും ദൈവഹിതമനുസരിച്ച് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടാൻ സകലവും കാരണമായി തീരുകയാണ്. ആപത്തുകളും അനർത്ഥങ്ങളും സംഭവിച്ചാൽ ദുർവിധിയെന്നും ഗ്രഹപ്പിഴയെന്നും ഒക്കെ പറയാറുണ്ട്. എന്തെങ്കിലും സന്തോഷ അനുഭവം ഉണ്ടായാൽ ഭാഗ്യമെന്നും പറയും. ഈ രണ്ട് വീക്ഷണ രീതികളും ക്രൈസ്തവ വിശ്വാസത്തിന് ചേരുന്നതല്ല. ദൈവിക അറിവോടെ സംഭവിക്കുന്ന ഗ്രഹപ്പിഴയെന്നോ ഭാഗ്യമെന്നോ പറയാൻ പാടില്ല. അപ്പൻ മകനെ ശിക്ഷിച്ചാൽ അത് ദുർവിധിയല്ലല്ലോ. ഏതെങ്കിലും ആവശ്യം മകന് വേണ്ടി സാധിച്ചു കൊടുത്താൽ അത് ഭാഗ്യവുമല്ല. ഞാൻ ഭാഗ്യവാനാണ്, നല്ല കാലം വന്നു എന്നല്ല, ദൈവം എനിക്കായി പ്രവർത്തിക്കുന്നു എന്നാണ് വിശ്വസിക്കേണ്ടത്. അവിശ്വാസി യാദൃച്ഛികമെന്നും ഭാഗ്യമെന്നും നിർഭാഗ്യമെന്നും പറയുന്നവയെ ക്രൈസ്തവൻ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് കരുതുന്നു. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ചെങ്കടൽ വിഭജിക്കപ്പെട്ടതും പാറയിൽ നിന്ന് ജലം ഒഴുകിയതും കാടപ്പക്ഷിയും മന്നായും ഒഴിഞ്ഞതും യാദൃച്ഛികമോ ഭാഗ്യമോ അല്ലായിരുന്നു, ദൈവം പ്രവർത്തിച്ചവയായിരുന്നു. അതെ, ക്രൈസ്തവന്റെ ജീവിതത്തിൽ യാദൃച്ഛികമില്ല. എല്ലാം ദൈവപരിപാലനയിൽ കാണുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.